ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. പുഴ നവീകരണം ഉടൻ പൂർത്തീകരിക്കുക, പുഴ കയ്യേറ്റം പൂർണ്ണമായും ഒഴിവാക്കുക, വടക്കാഞ്ചേരി പുഴയിലെയും അകമനത്തോട്ടിലെയും മണ്ണ് പൂർണ്ണമായും നീക്കുക, വടക്കാഞ്ചേരിയെ മനുഷ്യനിർമ്മിത പ്രളയത്തിൽ നിന്നും രക്ഷിക്കുക, വാഴാനി ഡാം മാനേജ്മെന്റ് കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. നിരവധി സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർക്കെതിരെ ബഹുമാന്യ MLA, മുനിസിപ്പൽ ചെയർമാൻ, ബന്ധപ്പെട്ട ഇറിഗേഷൻ ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, മഴക്കാല പൂർവ്വകാല ശുചിത്വ പ്രവർത്തനങ്ങൾ കേരളത്തിൽ താളം തെറ്റിയിരിക്കുന്നു. വേനൽ മഴ നേരത്തെ ഉണ്ടാകും. മെയ് 15 മുതൽ കേരളത്തിൽ മഴയുണ്ടാകുമെന്ന വലിയ രീതിയിൽ കാലാവസ്ഥാ പ്രവചനങ്ങൾ നിലനിൽക്കെ ജനുവരിയിലെങ്കിലും തുടങ്ങേണ്ട ഈ പുഴ നവീകരണം, വടക്കാഞ്ചേരി പുഴയുടെ ശുദ്ധീകരണം, മണ്ണെടുപ്പ്, അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കൗൺസിലർ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങളൊക്കെ, ചെറയുടെ നവീകരണ പ്രവർത്തനങ്ങൾ, ഇതൊന്നും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടിയെടുക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. ഇതിനൊക്കെ TS ടെക്നിക്കൽ സാങ്ഷൻ വേണം, അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ വേണം. അതൊക്കെ എടുക്കേണ്ട സമയം സാധാരണഗതിയിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് എസ്റ്റിമേറ്റ് എടുക്കാനും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും കഴിയണം. ഇന്ന് കേരളത്തിൽ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നവകേരള സദസ്സ് നടത്തി കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും ട്രഷറി അടക്കം അടച്ചുപൂട്ടി, കലക്ടറേറ്റുകളും സെക്രട്ടേറിയറ്റും അടച്ചുപൂട്ടി, കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്ക് വേണ്ടി അകമ്പടി സേവിക്കാൻ സർക്കാർ സംവിധാനം മുഴുവൻ ദുരുപയോഗപ്പെടുത്തി ഫയലുകളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് MH ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് മുഖ്യാതിഥിയായി പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PN വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി. ഏകദേശം 1.5 വർഷം മുമ്പാണ് പ്രഖ്യാപിച്ചത്. അതിന്റെ ഉദ്ഘാടനം ഇവിടെ പുഴയുടെ പരിസരത്ത് നടത്തിയിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. പക്ഷേ പ്രവൃത്തി തുടങ്ങിയത് ഈ ഏപ്രിൽ മാസത്തിൽ മാത്രമാണ്. ഏകദേശം അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം 20% പ്രോജക്റ്റ് പോലും ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലും പുഴ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന് ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ ആകെ ഒരു മീറ്റിംഗാണ് ഈ പുഴയുമായി ബന്ധപ്പെട്ട് പുഴയുടെ ഇരുകരകളിലുമുള്ള ജനപ്രതിനിധികളുടെ മീറ്റിംഗ് MLA വിളിച്ചു. ആ മീറ്റിംഗിൽ തന്നെ ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടത് പുഴയിലെ മണ്ണ് നീക്കം ചെയ്യണം, പുഴയിലെ ആഴം കൂട്ടണം, പുഴയിലെ വന്നടിഞ്ഞുകൂടിയ മണ്ണാണ് നീക്കം ചെയ്യേണ്ടത്. കരിങ്കല്ല് കെട്ട് എന്ന് പറയുന്നത് അത് 2ാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാത്തിനും എതിര് നിൽക്കുന്ന ആളുകളാണ്. നിങ്ങളിങ്ങനെ എതിര് നിൽക്കാതെ ആദ്യം സൈഡ് കെട്ടുന്ന പ്രവൃത്തി നടക്കട്ടെ, അതിൻ്റെ മുറയ്ക്ക് തന്നെ മണ്ണെടുക്കുന്ന പ്രവൃത്തിയും തുടങ്ങുമെന്നുള്ള ഉറപ്പാണ് MLA ഉൾപ്പെടെ ഈ നഗരസഭയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇപ്പം എന്താണ് നടന്നത്? മഴ തുടങ്ങിയതിന് ശേഷമാണ് മണ്ണെടുക്കേണ്ട പ്രവൃത്തിയെക്കുറിച്ച് ഇവർ ആലോചിക്കുന്നത്. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, പുഴയിലെ മണ്ണ് നീക്കണം, പുഴയിലെ മണ്ണ് നീക്കണം. കത്ത് കൊടുത്തു, പത്രങ്ങളും മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഈ സ്ഥലങ്ങളിലൊക്കെ പോയി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് പകരം ഇപ്പോഴുള്ള പുഴ അത് കുപ്പിക്കഴുത്തായി ചുരുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോഴും അതിനെ ചോദ്യം ചെയ്ത് ആ പ്രവൃത്തി ഇപ്പം നിർത്തി ഇത് വീണ്ടും അടക്കണമെന്ന് ആവശ്യപ്പെട്ടത് UDFന്റെ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളാണ്. CA ശങ്കരൻകുട്ടി, KT ജോയ്, ജയൻ മംഗലം, സിന്ധു സുബ്രഹ്മണ്യൻ, സന്ധ്യ കൊടക്കാടത്ത്, ബുഷറ റഷീദ്, കമലം ശ്രീനിവാസൻ, NA നബീസ, ജിജി സാംസൺ, അഡ്വക്കേറ്റ് C വിജയൻ, അഡ്വക്കേറ്റ് TS മായാദാസ്, TP ഗിരീശൻ, നാസർ മങ്കര, KK അബൂബക്കർ, ബിജു കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. KM മുഹമ്മദ്, K കൃഷ്ണകുമാർ, PV ഇന്ദിര, CV ജോസ്, ടോമി പുല്ലാനിക്കാട്, ഷാജി അകമ്പാടം, KN നാരായണൻ, KV സുബ്രഹ്മണ്യൻ, രവി മംഗലം, S നന്ദകുമാർ, CV ജോസ്, റോയ് ചിറ്റിലപ്പിള്ളി, ശശികുമാർ മാസ്റ്റർ, PP സുലൈമാൻ, CA ആഷിഖ്, NH ഇബ്രാഹിം, VM ഉമേർ, പൂവത്തിങ്കൽ പരീദ് എന്നിവർ നേതൃത്വം നൽകി. VCB ന്യൂസ്, വടക്കാഞ്ചേരി.
You are watching VCV News.